3 പേരുടെ മരണത്തിനിടയാക്കിയ ടിപ്പർ ലോറിയുടെ ഫിറ്റ്നസ് റദ്ദാക്കി മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഇല്ലെന്നും വാഹനത്തിന്റെ GPS ഓഫാക്കിയ നിലയിലായിരുന്നുവെന്നും കണ്ടെത്തി. ടിപ്പർ അമിത വേഗത്തിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ പ്രതികരണം. ഇതാണ് ഈ അപകടം വരുത്തിവെച്ച ടിപ്പർ ലോറി. ഈ അപകടത്തിന്റെ ആഘാതം കൊണ്ട് മാത്രമല്ല ഇത്രയും ഭാഗം അല്ലെങ്കിൽ ഇത്രയും വലിയ തകർച്ച ഈ ടിപ്പർ ലോറിക്ക് സംഭവിച്ചത് എന്നുള്ളതാണ്. ഈ ടിപ്പർ ലോറിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗം പോലും നേരെയായിട്ടുള്ളതില്ല എന്നുള്ളതാണ്. മുഴുവൻ തുരുമ്പെടുത്ത് ഒന്ന് തട്ടിയാൽ തകർന്നു വീഴുന്ന സാഹചര്യത്തിലുള്ള ടിപ്പർ ലോറിയാണിത്. പതിനേഴ് വർഷം പഴക്കമുള്ള ടിപ്പർ ലോറിയുടെ ഭാഗങ്ങൾ പലതും തുരുമ്പെടുത്തു. വാഹനമോടിച്ച നിസാർ വിദേശത്തു നിന്നെത്തിയിട്ട് അധിക ദിവസമായിട്ടില്ല. നിസാറിന് ടിപ്പർ ലോറി ഓടിക്കാനുള്ള ഹെവി ലൈസൻസ് ഇല്ലായിരുന്നുവെന്നും കണ്ടെത്തി. ടിപ്പറിന്റെ GPS ഓഫാക്കിയ നിലയിലായിരുന്നു. വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയെന്ന് മോട്ടോർ വാഹന വകുപ്പ്. 2009 മോഡൽ 17 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ അതിന്റെ കണ്ടീഷൻ സ്വാഭാവികമായിട്ടും വളരെ മോശമായിരിക്കും. പിന്നെ GPS ഇല്ല, സ്പീഡ് ഗവർണർ ഇല്ല, ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ലെന്നാണ് ഏറ്റവും വലിയ ദാരുണമായ സംഭവം. അദ്ദേഹം ഒരു ഹെവി ലൈസൻസ് ഹോൾഡർ അല്ല. ടിപ്പർ അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ലോറി ഒരു നിയന്ത്രണമില്ലാതെ വെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലഞ്ഞു, ഒരു നിയന്ത്രണമില്ലാതാണ് ഈ ലോറി വന്നത്. ഞാൻ വിചാരിച്ചു ഈ ലോറി നേരെ വരത്തേയുള്ളൂ. പക്ഷേ ഈ ലോറി വന്ന ലോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വലത്തോട്ട് നേരെ അങ്ങ് ടേൺ ചെയ്യുമായിരുന്നുണ്ടായിരുന്നു. ടേൺ ചെയ്ത് നേരെ പോയി ഈ ബൈക്കിനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ആ മതിലിൽ ഇടിച്ച് ചരിഞ്ഞ് കുട്ടികളുടെ മേലിലാണ് വീണത്. ടിപ്പർ വാഹനങ്ങളുടെ സമയക്രമത്തിൽ മാറ്റം അനിവാര്യമെന്ന് ഗതാഗത കമ്മീഷണർ CH നാഗരാജു. If it is related to timings, we may have to take a look. ഇപ്പോൾ നമ്മുടെ ടൈമിംഗ് അങ്ങോട്ടാക്കി അതിന് മുമ്പ് ഓടിക്കും. Whenever we give a window of restriction, people will try to avoid that window. So it is not just about the window, it is about the driving culture. പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി പരിശോധനകൾ ശക്തിപ്പെടുത്താനാണ് തീരുമാനം. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.